ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു DI ചോദ്യമാണ്. പൈ ചാർട്ടിലെ ഒരു ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ചോദ്യം ഇതാണ്: ദ ഗിവൺ പൈ ചാർട്ട് ഷോസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് 5 ഡ്രൈ ഫ്രൂട്ട്സ്, ദാറ്റ് ഈസ് കാഷ്യൂ, ഡേറ്റ്സ്, വാൾനട്ട്, റൈസിൻസ് ആൻഡ് ആൽമണ്ട്സ് sold in January. The given values are in degrees. The total weight of 5 dry fruits sold equal to 1800. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ, ജാനുവരിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോൾഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഏതൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സ്? കാഷ്യൂ, ഡേറ്റ്സ്, വാൾനട്ട്, റൈസിൻസ് ആൻഡ് ആൽമണ്ട്സ്. എത്രയാണ് ജാനുവരിയിൽ ടോട്ടൽ? ഈ 5 ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ടോട്ടൽ വിറ്റത് 1800 ആണ്. ഓക്കെ, 1800 ആണ് വിറ്റിരിക്കുന്നത് ടോട്ടൽ. അതിൽ ഓരോ ഡ്രൈ ഫ്രൂട്ട്സും വിറ്റിരിക്കുന്ന ഡിഗ്രിയിലെ ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കാഷ്യൂ 90 ഡിഗ്രിയാണ്, ഡേറ്റ്സ് 60 ഡിഗ്രി, വാൾനട്ട്സ് 70 ഡിഗ്രി, അതേപോലെ റൈസിൻസ് 80 ഡിഗ്രി ആൻഡ് ലാസ്റ്റ് ആൽമണ്ട് 60 ഡിഗ്രി. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇത് ജാനുവരിയിലെ ഡേറ്റയാണ്. അപ്പോൾ ഈ ജാനുവരിയിലെ ഡേറ്റ, ഓരോ ഡ്രൈ ഫ്രൂട്ടും ജാനുവരിയിൽ എത്ര മാത്രം വിറ്റു, എത്ര കിലോസ് വിറ്റു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? കാഷ്യൂ 90 അല്ലേ പറയുന്നത്. അപ്പോൾ 90 ആണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? 90 ആണെങ്കിൽ 90 ഡിവൈഡഡ് ബൈ 360 എടുക്കാൻ കാരണം അറിയാമല്ലോ, ഇതെല്ലാം ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ 90 ഡിവൈഡ് ബൈ 360 ഇൻറ്റു 1800 ആണ് ടോട്ടൽ ഡ്രൈ ഫ്രൂട്ട്സ് വിറ്റ എണ്ണം എന്ന് പറയുന്നത്. 0 ക്യാൻസൽ, 9ഉം 36ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 കിട്ടുന്നു. 4ഉം അതേപോലെ 1800ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 450. അപ്പോൾ ഇതെത്ര കിട്ടുന്നു? 450. കാഷ്യൂ നമുക്ക് എത്ര കിട്ടും? 450. ഇതേപോലെ ഡേറ്റ്സ് കണ്ടുപിടിച്ചൂടെ? ഡേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡേറ്റ്സിൻ്റെ ഇവിടെ 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 60 ഡിവൈഡ് ബൈ 360 ഇൻറ്റു 1800. ഓക്കെ, ഡൗട്ടില്ലല്ലോ. 0 ക്യാൻസൽ, 6ഉം 36ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 6 വരുന്നു. 6ഉം 1800ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരുന്നു? 300 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഡേറ്റ്സും കിട്ടി 300. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. വാൾനട്ട് എത്രമാത്രം വിറ്റു, റൈസിൻസ് എത്രമാത്രം വിറ്റു, ആൽമണ്ട്സ് എത്രമാത്രം വിറ്റു എന്നുള്ളതെല്ലാം നമുക്ക് ഇതേ മാർഗ്ഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. ഇഫ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് വാൾനട്ട് സോൾഡ് ഇൻ മാർച്ച് ഈസ് 28.56% മോർ ദാൻ ദാറ്റ് ഓഫ് ജാനുവരി, ആൻഡ് ദെൻ ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് വാൾനട്ട് സോൾഡ് ഇൻ മാർച്ച് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വെയ്റ്റ് ഓഫ് ഡേറ്റ്സ് സോൾഡ് ഇൻ ജാനുവരി? ഓക്കെ, അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരം ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജാനുവരിയിൽ വിറ്റ വാൾനട്ടിനേക്കാൾ 28.56% കൂടുതലാണ് മാർച്ചിൽ വിറ്റ വാൾനട്ടിൻ്റെ എണ്ണം, കിലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മാർച്ചിൽ വിറ്റ വാൾനട്ട് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? ആരേക്കാൾ? ജാനുവരിയിൽ വിറ്റ ഡേറ്റ്സിനേക്കാൾ. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാം? ഇവിടെ പറയുന്നത്, ഇപ്പം ജാനുവരിയിൽ വാൾനട്ട് വിറ്റു അല്ലേ, അത് നമ്മൾ 100% ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യാം. അത് 100% ആക്കി എടുത്തു കഴിഞ്ഞാൽ മാർച്ചിൽ വിറ്റ വാൾനട്ട് എത്രയായിരിക്കും? ഇതിനേക്കാൾ 28.56% കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം 128 എത്രയായിരിക്കും? 56 ആയിരിക്കും അല്ലേ. 128.56% ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 100% പ്ലസ് എന്തെന്ന് എഴുതാം? 28.56% എന്ന് എഴുതാം. 100% എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് എത്രയാണ്? 28.56 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്? 2/7 ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9/7 ആണ്. ഓക്കെ, ഇത് ജാനുവരിയിലെ വാല്യൂ അല്ലേ, ജാനുവരിയിൽ വിറ്റ വാൾനട്ടിൻ്റെ എണ്ണമല്ലേ, അത് നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാം. നമ്മൾ പൈ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 70 ഡിഗ്രിയാണ് വാൾനട്ടിൻ്റെ ജാനുവരിയിൽ വിറ്റ പാർട്ടെന്ന് പറയുന്നത്. അപ്പോൾ 70 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 180 ചെയ്ത് കഴിഞ്ഞാൽ
1800 ചെയ്ത് കഴിഞ്ഞാൽ ജാനുവരിയിൽ വിറ്റ വാൾനട്ടിൻ്റെ ടോട്ടൽ എണ്ണം നമുക്ക് കിട്ടും. 36ഉം ഇതും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 50 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 350 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് ജാനുവരിയിൽ വിറ്റ വാൾനട്ടിൻ്റെ ടോട്ടലാണ്. ഇത് വെച്ചുകൊണ്ട് നമുക്കിനി മാർച്ചിൽ കണ്ടുപിടിക്കാം. കാര്യം മാർച്ചിൽ 9/7 ആണ് നമുക്കറിയാം. ഈ 9/7 എന്ന ഫ്രാക്ഷനെ 350 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 7ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഓക്കെ 50 9 × 50 വിച്ച് ഈസ് ഈക്വൽ ടു 450. അപ്പോൾ 450 ആണ് ടോട്ടൽ നമ്പർ ഓഫ് വാൾനട്ട് സോൾഡ് ഇൻ മാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ 450 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്? ആരെ അപേക്ഷിച്ച്? ഡേറ്റ്സിനെ അപേക്ഷിച്ച്. ജാനുവരിയിൽ വിറ്റ ഡേറ്റ്സിനെ അപേക്ഷിച്ച് എത്ര കൂടുതലാണ്? അപ്പോൾ ജാനുവരിയിൽ വിറ്റ ഡേറ്റ്സിൻ്റെ എണ്ണം അറിയണം. ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം, പൈ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം 60 ഡിഗ്രിയാണ് ഡേറ്റ്സിൻ്റെ ഭാഗമെന്ന് പറയുന്നത്, അല്ലേ? അപ്പം 60 ഡിവൈഡ് ബൈ 300 ഇൻറ്റു 180 ചെയ്യുമ്പോൾ 1800 ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ഇവിടെ 6 ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 300 എന്ന ഉത്തരം കിട്ടുന്നു. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. 450 ഡിവൈഡ് ബൈ 300 ഇൻറ്റു 100. ഇവിടെ 3 ഇൻറ്റു ഇത് ചെയ്യും 450 ചെയ്യുമ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 150% എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് ഓപ്ഷനിലോട്ട് ഉണ്ടോ? 150 നമ്മുടെ ഓപ്ഷനിലോട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടല്ലോ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഔട്ട് ഓഫ് ടോട്ടൽ വെയ്റ്റ് ഓഫ് കാഷ്യൂ സോൾഡ് 33.33% ഓഫ് കാഷ്യൂ സോൾഡ് ഫോർ males and then find the total weight of cashew sold for female. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് കാഷ്യൂസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കാഷ്യൂസിൻ്റെ നമുക്ക് ടോട്ടൽ അറിയണം, അല്ലേ? കാഷ്യൂ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പം 90 ഡിഗ്രി ആവുമ്പോൾ അതിൻ്റെ എത്ര എണ്ണം വിറ്റു നമുക്ക് കണ്ടുപിടിക്കാം. 90 ഡിഗ്രി ബൈ 360 ഇൻറ്റു 1800 ചെയ്യുമ്പോൾ നമുക്കിവിടെ 4നെ 1800 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 450. അപ്പോൾ 450 കിലോസാണ് എത്ര വിറ്റിരിക്കുന്നത്. ഓക്കെ, ഈ 450യിൽ 33.3% മെയിൽസാണ്. ഓക്കെ, നമുക്കറിയാം 33.33 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ? ഇതിൻ്റെ ഫ്രാക്ഷൻ 1/3 ആണ്. ഓക്കെ, അപ്പം ഇത്രയും 1/3 ആണ് മെയിലെങ്കിൽ ഫീമെയിൽ എത്രയായിരിക്കും? 2/3 ആയിരിക്കുമല്ലോ. ഓക്കെ, മെയിലും ഫീമെയിലും കൂടെ ചേരുന്നതാണല്ലോ ടോട്ടൽ. അപ്പം മെയിൽ 1/3 ആണെങ്കിൽ ഫീമെയിൽ എന്തായിരിക്കും? 2/3 ആയിരിക്കും. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ 450 ഉണ്ടല്ലോ ടോട്ടൽ, ഈ ടോട്ടൽ 450ൽ എത്ര 33.33% മെയിൽസിന് പോയി കഴിഞ്ഞ് ബാക്കി എത്ര ഫീമെയിൽസിനുണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ 450യുടെ 2/3 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 2/3 കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 150 × 2 നമുക്ക് ചെയ്യുമ്പോൾ 300 എന്ന ഉത്തരമാണ് കിട്ടുന്നത്. 300 ഉണ്ടോ ഓപ്ഷനിൽ? യെസ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ വെയ്റ്റ് ഓഫ് റൈസിൻസ് ആൻഡ് ആൽമണ്ട്സ് സോൾഡ് ഇൻ ജാനുവരി. സിമ്പിൾ ചോദ്യമാണ്, ഇത് എളുപ്പം കണ്ടുപിടിക്കാം. ടോട്ടൽ വെയ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് റൈസിൻസിൻ്റെയും അതേപോലെ ആൽമണ്ട്സ്. റൈസിൻസ് എത്രയാണ്? 80. ആൽമണ്ട്സ് എത്രയാണ്? 60. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 80 + 60 വിച്ച് ഈസ് ഈക്വൽ ടു 40. അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 80യുടെയും 60യുടെയും ഡിഫറൻസ് എത്ര വരും? 20 അല്ലേ? 20 അല്ലേ ഡിഫറൻസ്? അപ്പോൾ ആ 20 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 20/360 ഇൻറ്റു 1800 ചെയ്താൽ മതി. 18 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 100 എന്ന ഉത്തരം ഓപ്ഷനകത്തുണ്ട്, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. എന്താ പറയുന്നത്? ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് കാഷ്യൂ സോൾഡ് ഈസ് 1% മോർ ദാൻ ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഡേറ്റ്സ് സോൾഡ്. നല്ല ചോദ്യമാണ്. കാഷ്യൂ സോൾഡ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ? എത്ര പെർസെൻറ്റേജ് മോർ ആണെന്നാണ് ചോദ്യം. ദാൻ ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഡേറ്റ്സ് സോൾഡ്. ഡേറ്റ്സ് സോൾഡ് ചെയ്തതിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് ആര് സോൾഡ് ചെയ്തിരിക്കുന്നത്? കാഷ്യൂ സോൾഡ് ചെയ്ത്. കാഷ്യൂ എത്രയാണ്? 90 ഡിഗ്രിയാണ്.
അതേപോലെ ഡേറ്റ്സ് 60 ഡിഗ്രിയുമാണ്. എത്ര കൂടുതലാണെന്ന്, എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടെ തന്നെ നമുക്ക് നോക്കാം, ഇത് തമ്മിലുള്ള വ്യത്യാസം 30 ആണ്. ഡേറ്റ്സിനേക്കാൾ 30 കൂടുതലാണ്, ഇവിടെ 30 ഡിഗ്രി കൂടുതലാണ് ആർക്ക്, നമ്മുടെ കാഷ്യൂന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ 30 ഡിഗ്രി കൂടുതലായതുകൊണ്ട് 30 വിത്ത് റെസ്പെക്ട് ടു ആരെ, ഡേറ്റ്സിൻ്റെ ഡിഗ്രി എത്രയാണ്, 60 ഇൻറ്റു 100 ചെയ്താൽ പോരെ. 100 പെർസെൻറ്റേജ് എത്രയാണെന്നുള്ള ചോദ്യം, അപ്പം ഇൻറ്റു 100 കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ 1/2 100/2 എന്ന് പറയുന്നത് എത്രയാണ്, 50%. ഓക്കെ, സിമ്പിളാണ്. എത്രയാണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് വാൾനട്ട് ഈസ് ₹160 per kg and then find 12.5% of total revenue generated by selling walnut in January. ഓക്കെ, വാൾനട്ടിൻ്റെ ഓരോ കിലോയും 160 റുപ്പീസിനാണ് വിൽക്കുന്നതെങ്കിൽ ടോട്ടൽ റവന്യൂവിൻ്റെ 12.5% എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ടോട്ടൽ റവന്യൂവിൻ്റെ 12.5% അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ആദ്യം ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ വാൾനട്ടിലോട്ട് പോകാം. വാൾനട്ട് പൈ ചാർട്ടിൽ 70 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എന്ന് പറയുന്നത് 70/360 ഇൻറ്റു 1800 ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്നു. ഈ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 0 36ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ 50 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 350 ആണ്. ഈ 350 കിലോ ആണ് ടോട്ടൽ ഉള്ളത്. ജാനുവരിയിൽ വിറ്റ് ടോട്ടൽ കിലോ എന്ന് പറയുന്നത് 350 ആണ്. ഇത് ഓരോ കിലോയും 160 per kgയിലാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാം. 350 ഇൻറ്റു 160 ചെയ്യുമ്പോൾ ടോട്ടൽ റവന്യൂ കിട്ടും. നമുക്ക് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ റവന്യൂവിൻ്റെ 12.5% കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ 12.5% അല്ലേ, ഈ 12.5% എന്ന് പറയുന്നത് എത്രയാണ്, 1/8 ആണ്. ഓക്കെ, 12.5% എന്ന് പറയുന്നത് എത്രയാണ്, 1/8 ആണ് ഫ്രാക്ഷൻ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ 1/8 കണ്ടുപിടിച്ചാൽ മതിയല്ലോ നമുക്ക്. അപ്പം 8ഉം 160 ക്യാൻസൽ ചെയ്യുമ്പോൾ 20 വരും. അപ്പം ഇത് 35 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 70, പിന്നെ 2 zeros. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 7000. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.